വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ഓണം എക്സാം വരാനായി. കുറേ ആളുകളൊക്കെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാം. മക്കളെ, ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനമായി സോഷ്യൽ സയൻസിനകത്തെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്കറിയാം ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് നമുക്ക് എക്സാമിന് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങൾക്കറിയാം ആ സിക്സ്ത് സെഞ്ചുറി ബി സിയിൽ അല്ലേ, ബി സി 6th സെഞ്ചുറിക്കകത്ത് 6ാം നൂറ്റാണ്ടിനകത്ത് ഇന്ത്യക്കകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ബുദ്ധിസം, രണ്ടാമതാണ് ജൈനിസം. ഞാൻ മുൻപേ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നമ്മുടെ ചാനലിനകത്തുണ്ട്. നിങ്ങൾക്കറിയാം ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ജൈനിസമാണ്. മക്കളെ, നിർബന്ധമായി പഠിച്ചു വെക്കണം. എക്സാമിന് നിർബന്ധമായും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും, ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നോക്കാം. മക്കളെ, എന്താണ് ജൈനിസം? മക്കളെ, നിങ്ങൾ നോക്ക്, ജൈനിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയുന്നത്, ആരാണ് ജൈനമതം ഉണ്ടാക്കിയിട്ടുള്ളത്? വർത്തമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണാം, വർത്തമാന മഹാവീരനാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ആരാണ് ഫൗണ്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന വർത്തമാന മഹാവീരനാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്, സ്ഥാപകൻ. ഇനി മക്കളെ, വർത്തമാന മഹാവീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എവിടെയാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുണ്ടലഗ്രാമ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അത് പ്രധാനമായി ബീഹാറിനകത്തെ വൈശാലിക്കടുത്ത സ്ഥലമാണ് ഇത് കുണ്ടലഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ബീഹാർ ജില്ലയ്ക്കകത്തെ വൈശാലിക്കടുത്തെ കുണ്ടലഗ്രാമയിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? നമ്മുടെ വർത്തമാന മഹാവീരൻ ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായും 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു. അപ്പോൾ അവിടെ കാണുന്നുണ്ട്, അദ്ദേഹം എത്രയായിരുന്നു? 24ാമത്തെ തീർത്ഥങ്കരന്മാരിൽ ഒരാളായിരുന്നു ആര്? ഈ പറയുന്ന വർത്തമാന മഹാവീരൻ. നെക്സ്റ്റ് വൺ നിങ്ങൾ കാണരുത്, വർത്തമാന മഹാവീരനെ നമ്മൾ അറിയപ്പെട്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ് അറിയപ്പെട്ടിരുന്നത് ചോദിച്ചാൽ ജിനൻ എന്നാണ് അദ്ദേഹത്തിനെ നമ്മൾ വിളിച്ചിരുന്നത്. വർത്തമാന മഹാവീരനെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? ജിനൻ എന്നാണ്. ഇനി മക്കളെ, നിങ്ങൾ കണ്ടത് നിർവാണ മീൻസ് അദ്ദേഹം മരണപ്പെട്ടതാണ്. അദ്ദേഹം നിർവാണ ചെയ്തത് അല്ലെങ്കിൽ മരണപ്പെട്ടത് ഈ പറയുന്ന പാറ്റ്നയ്ക്കടുത്തെ പാവ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ മരണപ്പെടുന്നത്. അപ്പോൾ ആലോചിച്ച് വെച്ചോളൂ, ഈ പാവ എന്ന് പറയുമ്പോൾ എന്താണ്? ജീവനില്ലാത്ത വസ്തുവാണ് എന്ന് അറിയിച്ചാലോ. അപ്പം സ്വാഭാവിക അദ്ദേഹത്തിന് ജീവൻ ഇല്ലാതായത് എവിടെ വെച്ചാണ്? പാവയിൽ വെച്ചാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ, പാവ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ മക്കളെ, അടുത്ത നോക്കിക്കോളൂ. പ്രധാനമായിട്ടും എക്സാമിന് ചോദിച്ചു വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നാണ് ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം. ജൈനമത ആശയങ്ങളെക്കുറിച്ച് എക്സാമിനകത്ത് നിർബന്ധമായും ചോദിച്ചിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. നോക്കിക്കോളൂ, ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്. അവർ പറയാണ്, ഈ ലോകത്തിനകത്ത് എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ജീവനുണ്ട് എന്നാണ് പറയുന്നത്. ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. അപ്പോൾ നിങ്ങൾ മക്കളെ മനസ്സിലാക്കണം, നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഈ പറയുന്ന മരങ്ങളായിക്കോട്ടെ, മരങ്ങൾക്ക് എന്തുണ്ട്? ജീവനുണ്ട്. അതല്ല പാറക്കൂട്ടങ്ങളായിക്കോട്ടെ, നിങ്ങൾ കാണുന്ന പാറക്കൂട്ടങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ എന്തുണ്ട്? ജീവനുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ഡു നോട്ട് ഹാം എനി ലിവിങ് ബീയിങ് അല്ലേ. നിങ്ങൾ നോക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട് ഡു നോട്ട് ഹാം എനി ലിവിങ് ബീയിങ്, അതായത് ജീവനുള്ള ഒന്നിനെയും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഒരു അഹിംസാ സിദ്ധാന്തം തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒന്നിനെയും കൊല്ലരുത്, നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ലോകത്തിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അവർ പറയാണ് ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. അവർ പറയാണ് മക്കള്, ഏറ്റവും പ്രധാനമായിട്ട് പറയാണ്, ഒരു വ്യക്തിയുടെ ജനനവും അതുപോലെ തന്നെ പുനർജന്മവും, അയാൾ ജനിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുനർജന്മവും, ഇവർ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു. അത് പറയാണ് അയാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം കർമ്മമാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മൾ എന്ത് ചെയ്യുന്നോ, നിങ്ങൾ എന്ത് കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും, കിട്ടിയിരിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പറഞ്ഞത്. വലിയൊരു ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൂടാതെ നെക്സ്റ്റ് വൺ നിങ്ങൾ കാണേണ്ടത് പ്രധാനമായും ജൈനിസ്റ്റ് പ്രിൻസിപ്പിളാണ്, ജൈനമത തത്വങ്ങളാണ്. നിങ്ങൾക്കറിയാം, ആ ജൈനമത തത്വങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ത്രിരത്ന എന്നാണ്. പ്രധാനമായും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവർ പറയുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസമാണ്. റൈറ്റ് നോളജ്, ശരിയായ അറിവാണ്. റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തിയാണ്. ഈ 3 നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതാണ് ത്രിരത്നം എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിസം പഠിച്ചിട്ടുണ്ട്, അതിൽ അഷ്ടാംഗ മാർഗത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, ജൈനമത തത്വങ്ങളിൽ ത്രിരത്നമാണ് എന്ത് ചെയ്യുക, മക്കൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിച്ചോളൂ. പ്രധാനമായിട്ടും നിങ്ങൾ കാണേണ്ടത് ഈ പറയുന്ന ആ ജൈനമത പ്രകാരം അവിടെ ഉണ്ടായിരുന്ന
സന്യാസിമാരുണ്ടായിരുന്നല്ലോ, മോങ്സ് ഉണ്ടായിരുന്നല്ലോ. ആ സന്യാസിമാരൊക്കെ തന്നെ പ്രധാനമായും മോക്സും നൺസും തന്നെ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സന്യാസിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതാണ് ബുദ്ധമത സന്യാസിമാർ. ബുദ്ധമത സന്യാസിമാരാണ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നത്. സന്യാസിയും സന്യാസിനിയുമാണ് ഇവിടെ ഫോട്ടോനകത്തുള്ളത്. ഇവർ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് നോക്കി, ഒന്ന്, ഡോണ്ട് കിൽ എനിത്തിങ്, ഒന്നിനെയും കൊല്ലരുത്. ഡോണ്ട് സ്റ്റീൽ, എന്നും മോഷ്ടിക്കരുത്. ഡോണ്ട് ലൈ, കള്ളം പറയരുത്. അതുപോലെ പ്രാക്ടീസ് സെലിബ്രസി, അല്ലേ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, അല്ലേ, സ്വത്ത് കൈവശം വെക്കാൻ പാടില്ല. ഇതൊക്കെ നിർബന്ധമായും ഈ പറഞ്ഞ സന്യാസിമാരും സന്യാസിനിമാരും ഇതുപോലെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ലാസ്റ്റ് വൺ മക്കളെ ശ്രദ്ധിച്ചോളൂ. പ്രധാനമായിട്ടും ഈ ജൈനമതം 2 വിഭാഗങ്ങളായിട്ട് തിരിയുന്നുണ്ട്. അതാണ് ശ്വേതംബരന്മാരും അതുപോലെ തന്നെ ഏതാണ് ദിഗംബരാസുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ചേരുന്നത്. അത് മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ ഇത്രയുമാണ് പ്രധാനമായും ജൈനോസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധിക്കണം, ഇത് നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെച്ചോളണം. കാരണം എക്സാമിനൊക്കെ വരുന്നതാണ്. സോ എല്ലാ ആൾക്കാരും നന്നായിട്ട് എക്സാം ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ താങ്ക് യു എവരിവൺ, ബൈ.